സമയം പുലർക്കാലെ 4 മണി. അപ്പോൾ അടുക്കളയിൽ ആദ്യത്തെ പരിശോധന തലേ ദിവസം പുളിപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളയപ്പം മാവ് റെഡിയായോ എന്നുള്ളതാണ്. പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം എങ്ങനെയാവും എന്നുള്ളത്. അത് പിന്നെ മുട്ടക്കറിയാണ്. അപ്പം മുട്ട പുഴുങ്ങാൻ വെച്ച് ഒരടപ്പത്ത് അരിയും വെച്ചിട്ടുണ്ട്, ചോറിനുള്ള അരിയും വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി ചായ തിളപ്പിക്കലാണ്. ഇപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു കാര്യം പറയാൻ, സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ ഈസ്റ്റ് ഉപയോഗിച്ചോ അല്ല, നമ്മുടെ തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് പുളിപ്പിച്ചിട്ടില്ല, ആ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അരിപ്പൊടിയാണ് ഉപയോഗിച്ചത്, മാത്രമല്ല തേങ്ങയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെ വരുമെന്നുള്ളൊരു ആശങ്ക. അപ്പോൾ അതേ ചായക്കടയിലൊക്കെ ചായ അടിക്കൂലേ അന്ന പോലെ, ഇതാണ് കേട്ടോ വെളുപ്പിനത്തെ ഒരു വിനോദം എന്നാ, അല്ലെങ്കിൽ എക്സർസൈസ് എന്ന് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുത്തുന്നിരിക്കും. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായ കുടിച്ച് വന്നു. ഉരുളക്കിഴങ്ങ് നന്നാക്കുന്നുണ്ട്. അപ്പോഴാണ് സമയം കളയേണ്ടത്. നമുക്ക് വെള്ളയപ്പച്ചട്ടി വെക്കാം. പിന്നെ വെള്ളയപ്പം എങ്ങനെ ആവും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വെള്ളയപ്പം ചട്ടി ചൂടാവട്ടെ. ഈ വെള്ളയപ്പച്ചട്ടി, ഇതിന് വെള്ളയപ്പച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഒരു 40-50 വർഷം പഴക്കമുള്ളൊരു ചട്ടിയാണ്, ദോശക്കല്ലാണ്. അതെനിക്ക് എൻ്റെ അമ്മച്ചി, അതായത് മദറിൻലോ തന്നതാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തോളമായി. അപ്പോൾ ഇതിൽ മീൻ വറക്കും, മുട്ട പൊരിക്കും, അതുപോലെ ദോശ ഉണ്ടാക്കും, അങ്ങനെല്ലാം ചെയ്യും കേട്ടോ. നല്ലൊരു പാത്രമാണ്. അപ്പോൾ അങ്ങനെ വെള്ളയപ്പത്തിനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാവ് കോരി ഒഴിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. ഇനി നോക്കുന്നത് ഈ വെള്ളയപ്പത്തിൽ കുഴികുഴികൾ വരണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് മൂടാൻ പറ്റുള്ളൂ. അപ്പോൾ കുഴികുഴികൾ വരുന്നുണ്ടോയെന്ന് നോക്കിയിരിക്കുകയാണ്. കുഴപ്പമില്ല, കുഴികുഴികളെല്ലാം ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇനി മൂടി വെക്കാം. നമ്മൾ വീട്ടമ്മമാരെന്തെല്ലാം പരീക്ഷണങ്ങളാണല്ലേ അടുക്കളയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ചേരുവകൾ വേണ്ടത്ര ഇല്ലെങ്കിലും കൂട്ടിയും കിഴിച്ചുമൊക്കെ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം രുചിയുള്ള വിഭവം തയ്യാറാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം മറിച്ചിടാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിന് വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിറക്കി വെക്കാം. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റും നല്ല രുചിയുമാണ്. ഇതിനെ കണ്ടാൽ ഒരു ബനാന പാൻ കേക്ക് പോലെ തോന്നും അല്ലേ. അതെന്താണെന്നാ, മട്ട അവിലാണ് ചേർത്തത്, അതുകൊണ്ട് ആ കളറ്. ആ അടുപ്പത്ത് കോളിഫ്ലവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളം ചൂടാക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടുള്ള അതാണ് വെക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഇളയ മോന് ചോറ് കൊടുത്തയക്കണം. അപ്പോൾ കോളിഫ്ലവർ തോരനും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും പിന്നെ ഇതിനുണ്ടാക്കുന്ന മുട്ടക്കറി ഉണ്ടല്ലോ ആ വെള്ളയപ്പത്തിന്, അതുമാണ്. പക്ഷേ തേങ്ങയില്ലെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. തലേദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ തേങ്ങയില്ലാത്തതുകൊണ്ട് തോരൻ ക്യാൻസൽ ചെയ്ത് ഈ ഉരുളക്കിഴങ്ങും നമ്മുടെ കോളിഫ്ലവറും രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു സ്റ്റിർ ഫ്രൈ ആണ് തയ്യാറാക്കിയത്. പിന്നെ ഇതിനിടയിൽ വാഷിംഗ് മെഷീൻ അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ.